എൻ്റെ ഫ്രണ്ട് ഇന്നലെ ഗിഫ്റ്റ് ചെയ്ത ബൊക്കേനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ്സ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ചിയാസീഡ് വാട്ടർ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും പൂരിയാണ്. നമുക്ക് യൂഷ്വലി സൺഡേ പൂരിയാണ്, പക്ഷേ ഞാൻ മാത്രം ചപ്പാത്തിയും പൊട്ടിറ്റോ കറിയാണ് കഴിച്ചത്. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് പരിപാടികൾ. അതിനുശേഷം ഞാൻ നടക്കാൻ വേണ്ടി പോയി. വളരെ റോങ് ആയിട്ടുള്ള ടൈമിലാണ് നടക്കാൻ വേണ്ടി പോയത്. 1:15 നടത്തം കഴിഞ്ഞ് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡിൻ്റെ ടൈമായിട്ടോ. നമുക്ക് ലഞ്ചിനായിട്ട് ഗീ റൈസും ബീഫും ആണ് ഉണ്ടായിരുന്നത്. കുറേ നാൾക്ക് ശേഷം നമ്മൾ ബീഫ് വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ കുറച്ച് യോഗട്ടും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു സ്നാക്കല്ല, നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ വി വെൻ ഫോർ എ മൂവി. കുട്ടികളായിട്ട് നമ്മൾ മോളിലേക്കാണ് പോകുന്നത്. നെക്സസ് ശാന്തിനികേതൻ മോളിലാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വേണമെന്നുണ്ട്, നമ്മൾ അവർക്കത് വാങ്ങിക്കൊടുത്തു. എന്താ സന്തോഷം നോക്കി രണ്ടുപേർക്കും. അതിനുശേഷം ഞാനൊരു ഈവനിങ് 5 o'clock ആയതുകൊണ്ട് ഞാനൊരു ചായ കുടിച്ചിട്ടാണ് ഞാൻ മൂവിക്ക് കയറിയത്. നമ്മൾ പോയ മൂവി വന്നിട്ട് സൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ സിനിമയായിരുന്നു കേട്ടോ. അത് നമ്മൾ 4DXലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുലുങ്ങി നമ്മളൊരു വഴിയായി എന്ന് പറഞ്ഞാൽ മതി. വാവയൊക്കെ കിടന്ന് കീറ്റിപ്പൊളിയായിരുന്നു. ആഫ്റ്റർ മൂവി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. എല്ലാവരും KFC കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ ആത്മാർത്ഥത മൂലം മുട്ടദോശയാണ് കഴിച്ചത്. മുട്ടദോശ കാരണം എനിക്ക് പണി കിട്ടി, ഞാൻ വഴിയിൽ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ മുട്ടദോശയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഫസ്റ്റ് കടി കഴിച്ചപ്പോഴത്തേക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. അതാണ് എന്താണെന്നൊക്കെ ഞാൻ പൊക്കി നോക്കിയത്. പിന്നെ ഒരു കോഫി കുടിച്ചു. കോഫി വാസ് ഓൾസോ ടെറിബിൾ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഉണ്ണിക്കുട്ടിക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ ക്രോസ് ബോർഡിലേക്ക് പോയി. അവിടെ നിന്ന് വാവയ്ക്ക് ഉണ്ണിക്കുട്ടിക്ക് ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് ഫ്യൂ മോർ സ്റ്റെപ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തണുപ്പത്ത് ഇറങ്ങി. ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ, മഴയും തണുപ്പും കൂടി ആയതുകൊണ്ട്. ആൻഡ് ഐ കംപ്ലീറ്റഡ് മൈ 13,000 സ്റ്റെപ്സ്. അന്ന് വന്നിട്ടാണ് ഞാൻ ജേർണലിംഗ് ചെയ്തത്, ബിക്കോസ് ഇറ്റ് വാസ് വെരി ബിസി. വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സ്റ്റമക്ക് അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈനോ ഉണ്ടാക്കി കുടിച്ചു. ഈനോ കുടിച്ച് കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ടും എൻ്റെ സ്റ്റമക്ക് അപ്സെറ്റ് സെറ്റ് ആകുന്നുണ്ട്. അതിലേക്ക് വയറ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി ഞാൻ നെക്സ്റ്റ് ഡേ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ സെൽഫി ആൻഡ് ഇതാണ് എൻ്റെ വർക്കൗട്ട്.